ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എൻ്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ? ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടാറ്റോ ഡംപ്ലിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഇന്ന് പാറൂസ് നമ്മുടെ ഒപ്പം ഇല്ല. പാറൂസ് മുത്തശ്ശിയായിട്ട് മൊയിലിന് പുല്ല് പറിക്കാൻ പോയേക്കാണ് കേട്ടോ. നമ്മുടെ പാർക്കുട്ടി തിരിച്ചു വരുന്നതിന് മുമ്പേ വേഗം ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടത്തരമുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള, ഒരു വലിയ സവാളയാണ് കേട്ടോ, അത് ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞിട്ട് അതും ആ ഒപ്പം തന്നെ ഒരു ക്യാരറ്റ്, ഒരു വലിയ ഇടത്തരം ക്യാരറ്റും കൂടെ എടുത്തിട്ട് അതും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയും വെന്താൽ മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് വെന്ത് അവിഞ്ഞു കുഴഞ്ഞു പോകണ്ട. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഇത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഉരുളക്കിഴങ്ങിനകത്തും ഈ പഴുത്തതിനകത്തും ഒന്നും ഉപ്പിട്ടിട്ടില്ല. ഇനി ഈ സമയത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചില്ലി സോസ്, അതുപോലെ തന്നെ സോയാ സോസ്, ഇതൊക്കെ കൂടെ ഇട്ടിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ച് എടുക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കുഴഞ്ഞ് വരണം. എന്നിട്ട് അത് ഒരു ചെറിയ ഉരുള ആയിട്ട്, നമ്മൾ ചെറിയ കുഞ്ഞ് ഉരുളയാക്കൂലേ, അത് ആ ഒരു പരുവത്തിന് കുഞ്ഞ് ഉരുളയാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ നേരത്തെ മൈദാമാവാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. മൈദാമാവ് കുഴച്ച് ചപ്പാത്തി പരുവത്തിന്, കുഞ്ഞ് ചപ്പാത്തി അല്ലെ പൂരി പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ സൈഡിലൊക്കെ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. അത് നമ്മൾ ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാകുമ്പം കാണാൻ ഒരു ഭംഗിയുണ്ട്, അത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതേപോലെ തന്നെ ഇനി ഞാൻ ബാക്കി പരത്തി വെച്ചതിനകത്തൊക്കെ ഇതുപോലെ നടുക്കോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ആ ഒരു രീതിക്ക് തന്നെ മടക്കി നല്ല ക്യൂട്ടായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാവേ. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, മുങ്ങിപ്പോണ രീതിക്ക് എണ്ണയൊന്നും വേണ്ട. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടി പിടിക്കാതിരിക്കാൻ മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് കമത്തി വെക്കണം കേട്ടോ. നൂർത്ത് വെക്കരുത്, കമത്തി വെച്ചാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് പഴുത്തതും പറിക്കാം, പച്ചയും പറിക്കാം. എനിക്ക് കൊതിയാവാ. ഇപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം അങ്ങനെ മറിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ആ വന്നോ? ആ ഇപ്പൊ വരാവേ, ഇത് വേവാറായിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കട്ടെ. ഒരു സാധനം, നമ്മുടെ പാറു വന്ന കറക്റ്റ് സമയത്തിന് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ. ഇതാണ് പൊട്ടറ്റോ ഡംപ്ലിംഗ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ പൊട്ടറ്റോ ഡംപ്ലിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോലെ കേട്ടോ.
അതുപോലെ തന്നെ ഇതിന് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകളും അതിൻ്റെ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കാം. നിങ്ങളും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ബുധനാഴ്ച വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.